ഹലോ ഹായ് നമസ്കാരം. നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായതും ഏറ്റവും ഉയരം കൂടിയതുമായ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ്. അതെ, മാർമല അരുവി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. ഇതാണ് മാർമല അരുവി വെള്ളച്ചാട്ടത്തിലേക്കുള്ള കവാടം. ഇതുവഴി കടന്നു വേണം നമ്മൾക്ക് അകത്തേക്ക് പോകുവാൻ വേണ്ടി. വണ്ടി കയറ്റിവിടില്ല, നടന്നു തന്നെ വേണം പോകുവാൻ വേണ്ടി. ഇവിടെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ വായിച്ച് നോക്കി ഇവിടുന്ന് 30 രൂപയുടെ പാസും എടുത്താണ് നമുക്ക് അകത്തേക്ക് പോകുവാൻ പറ്റുന്നത്. ഏകദേശം 400 മീറ്ററാണ് നമുക്ക് നടക്കുവാൻ വേണ്ടിയുള്ളത്. ഈ വഴിയൊക്കെ വളരെ മനോഹരമാണ്, പക്ഷേ അപകടം പിടിച്ചതുമാണ്. മഴയായതുകൊണ്ട് തന്നെ പാറയിലൊക്കെ പായൽ പിടിച്ച് തെന്നിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് പോകുവാൻ വേണ്ടി. വളരെ മനോഹരമായ ഈ പാത പക്ഷേ അപകടം പിടിച്ചതുമാണ്. അതുകൊണ്ട് നടക്കുന്നവർ വളരെ സൂക്ഷിച്ച് നടക്കുക, തെന്നലുണ്ട്. അങ്ങനെ പ്രകൃതിയുടെ ഈ സൗന്ദര്യവും ആസ്വദിച്ച് നടന്ന് നമ്മൾ മാർമല വെള്ളച്ചാട്ടത്തിനോട് അടുക്കുകയാണ്. ഇക്കോയിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഈ മാർമല വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താനായിട്ട് സാധിക്കുക. മഴ പെയ്ത് തുടങ്ങിയതോടുകൂടി വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തി വർദ്ധിച്ചതുകൊണ്ട് തന്നെ കാണുവാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ, ഈ പ്രകൃതി സൗന്ദര്യം പ്ലാസ്റ്റിക്കുകളാൽ മലിനമാക്കാതിരിക്കാൻ നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ നടന്ന് നമ്മൾ മാർമല വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ വളരെ വലിയ രീതിയിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കാൻ പറ്റും. കൂടാതെ മഞ്ഞ് പോലെ ജലകണങ്ങൾ പറന്ന് നടക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്ന മനോഹരമായ കാഴ്ച കാണാനായിട്ട് നമുക്ക് പറ്റും. ഈ കാണുന്നതാണ് മാർമല വെള്ളച്ചാട്ടം. ഇത് കാണുവാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടം വരെ വന്നത്. സഞ്ചരിച്ച യാത്രയോ നടന്ന ദൂരമോ വെറുതെ ആയില്ല എന്ന് ഈ കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അത്ര മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മഴക്കാലമാണ്, വെള്ളം കൂടിയിട്ടുണ്ട്, ഒഴുക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും വെള്ളത്തിലിറങ്ങരുത്. കാരണം ഏത് അപകടമാണ് അവിടെ പതുങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന മുന്നറിയിപ്പുകൾ മാനിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചു വരാം. അങ്ങനെ മാർമല അരുവിയുടെ മനോഹരമായ കാഴ്ചകളും കണ്ട്
നമ്മൾ തിരിച്ചു പോകുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.